പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. എന്റെ ശശുവിനെ കണ്ടിട്ട് എത്ര നാളായി? അവന്റെ കൈക്ക് ചെറിയ പ്രശ്നമുണ്ടായി. വണ്ടിയിൽ നിന്ന് വീണിട്ട് കൈക്ക് ചെറിയൊരു എല്ലിന് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. ആരെ വണ്ടി ഓടിച്ചിരുന്ന പൂച്ച കുറുകെ ചാടി? അല്ല, വണ്ടി ഓടിച്ചത് ഞാനാണ്. അപ്പൊ നിന്റെ ഞരമ്പിന്റെ അസുഖം പോയാ? ലക്ഷ്മി വണ്ടി എന്നറിയാമോ? പ്രോഗ്രാം വണ്ടിയാ. അതിന് കമ്മിറ്റിക്കാർ കുത്തിയിട്ടതാ. കമ്മിറ്റി അല്ല, കമ്മിറ്റിക്കാർ കുത്തിയിട്ടിട്ട് ഒറ്റ ചോദ്യം ചോദിച്ചോളൂ. സീസ എവിടാത്? ഞാൻ പറഞ്ഞു എന്റെ കൂടില്ല. സീരിയസ്ലി കൈ ഇപ്പൊ ഓക്കെ ആയോ? കുഴപ്പമില്ല, ചെറിയൊരു ബാൻഡ് ഇടാൻ വേണ്ടി ഉണ്ട്, അതേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമില്ല. ഇപ്പൊ മാറ്റി വെച്ചിരിക്കുകയാണല്ലേ? ജനങ്ങൾ അറിയണ്ട. അല്ല, ഈ ഒരു ലുക്കിൽ ഹാഫ് കൈയായിട്ട് ഏതായാലും നമ്മുടെ കൂടെ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരാളും കൂടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ആർട്ടിസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഡാൻസർ ആണ്. വെപ്രാളം കണ്ടോ? തങ്കച്ചന്റെ എന്താ ഫസ്റ്റ് പറഞ്ഞ ഇപ്പൊ പറയല്ലേ? അയ്യോ, ഒരാളിങ്ങനെ ഡാൻസ് എന്ന് പറഞ്ഞപ്പോ പുള്ളി ഇങ്ങനെ. ചേട്ടാ, നമുക്ക് ആദ്യം പുതിയം കളിക്കാം. ഓക്കെ, ഇനി വരാൻ പോകുന്ന ആളെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആണ്. മതിയോ? പിന്നെ ദൈവമേ, ഷിയാസ് നീഗോടിക്കല്ലേ, ഒരു ഡാൻസർ ആണ്. നമ്മുടെ മീനാക്ഷി നമ്മുടെ സ്റ്റാർ മാജിക് ഫ്ലോറിലേക്ക് നമ്മൾ വെൽക്കം ചെയ്യാണ്. മീനാക്ഷിയെ പറ്റി കുറച്ചും കൂടി ഇൻട്രോ മീനാക്ഷി തന്നെയായിരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കുന്നത് നല്ലത്. വരൂ. ഫസ്റ്റ് ഓഫ് ഓൾ ലുക്കിംഗ് വെരി ക്യൂട്ട്. ഒരു പ്രയാഗമാട്ടൻ എവിടേക്കോ ഉണ്ടോന്ന് എനിക്കൊരു സംശയം. എന്റെ മസിലെ പിടിച്ച് നുള്ളുന്നു. ഇത് പ്രയാഗ മാർട്ടിന്റെ ഡൂപ്പ് ഞാൻ മാത്രമായിരിക്കും. എന്റെ പേശിയുടെ കണക്ഷൻ പിടിച്ചു. എന്റെ ഒരു പേശി ഇവിടെ തൂങ്ങി. പ്രയാഗമാറ്റിന്റെ സംസ്ഥാന സമ്മേളനം നടക്കണം. വരുന്നതെല്ലാം പ്രയാഗമാറ്റിനാണ്. ഇത് നമ്മൾ കൊടുത്ത ക്രെഡിറ്റ് ആണ്. എനിക്ക് വേറെ വന്നപ്പോഴും ഒരു ക്രെഡിറ്റ് വന്നിട്ടോ. സുകന്യയുടെ ഫിഗറുണ്ട്. കൊറേ പേരുടെ ശരിയാണ്. അങ്ങനെ നോക്കുമ്പോ കറക്റ്റ് ആണ്. ഇവൻ എല്ലാവരും വന്നാലും സുകന്യാണല്ലോ. നീ എല്ലാവരും അങ്ങനെയൊന്നും പറഞ്ഞ ഞാനൊരു ചുരിദാർ ഇട്ട് വന്നാൽ മഞ്ജു വാര്യരെ പോലെ ഇരിക്കും. അത് കാര്യം വേറെ, അത് വിടുക. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പട്ടുപാവാട ഇട്ട് വന്ന നവ്യ നായര്, ചുരിദാർ ഇട്ട് വന്നു കഴിഞ്ഞാൽ മഞ്ജു വാര്യർ. പക്ഷേ നമ്മളിപ്പോ വെറുതെ തമാശക്ക് പറഞ്ഞാലും ബാലാമണി ഉണ്ടല്ലോ, അതും ഈ ബാലാമണിയെ നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. അത്രയും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. മീനാക്ഷി പറയും. മീനാക്ഷി നമസ്കാരം, ഞാൻ മീനാക്ഷി. വാർത്തകൾ വായിക്കുന്നത് മീനാക്ഷി. ഈ ഫ്ലോർ ഉണ്ടല്ലോ, ഫോർമാലിറ്റിയും മച്ചടി ഭാഷയും. ഞാൻ 2 മൂവീസ് ചെയ്തിട്ടുണ്ട്. മക്കനെയാണ് എന്റെ ഫസ്റ്റ് മൂവി. ഞാൻ +1 ഒക്കെ പഠിച്ച ടൈമിൽ ചെയ്ത മൂവിയാണ്. ഇപ്പൊ ഞാൻ ഡിഗ്രി ലാസ്റ്റ് ഇയർ. ഡിഗ്രിക്കൊക്കെ ഗിയർ ഉണ്ടോന്ന് ഇവള്. ശരി, ഓക്കെ. അപ്പൊ ഇതെല്ലാം മീനാക്ഷിയുടെ ഡാൻസ്. കൂടുതൽ വിശേഷങ്ങൾ നാടെവിടെയാ? ചെങ്ങന്നൂർ. ഞാൻ ഇവിടെ മരടാണ്. ഓക്കെ, ഇവിടെ മരടാണ് താമസിക്കണേ. കൂടുതൽ വിശേഷങ്ങളും പെർഫോമൻസ് ഒക്കെ നമുക്ക് വഴി അറിയാം അല്ലെ? അപ്പൊ ഇതെല്ലാം ഇന്നത്തെ എപ്പിസോഡിൽ, നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ എപ്പിസോഡിൽ, കഴിഞ്ഞ കുറെ നാളുകളായിട്ട് എപ്പിസോഡിൽ ആരാ ഗസ്റ്റ് എന്ന് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ട്രെൻഡിങ് സ്റ്റാർസിനെയാണ് നമ്മൾ കൊണ്ടുവരാറില്ലേ? അത്തരത്തിലുള്ള ഒരു വൈറൽ സൂപ്പർ സ്റ്റാറിനെയാണ് നമ്മൾ കൊണ്ടുവരാൻ പോണേ. നമുക്കേ ഒരു അശ്വമേധം കളിക്കാം. ഈ ഗസ്റ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാ ഓക്കെ, ഞാൻ ആസീസ് കേട്ട് കളിക്കാം നല്ലത്, അല്ലെങ്കിൽ ഭയങ്കര അതെ, നിങ്ങളാകുമ്പോ ബുദ്ധിപരമായിട്ട് കറക്റ്റാ. അസിസ്കാണോ എന്നോട് ചോദ്യം ചോദിക്കണേ? അശ്വമേധം കളിക്കാൻ എനിക്കറിയില്ലല്ലോ ഗസ്റ്റ് ഏതാണ്. ഓക്കെ, എന്നാ ഞാൻ ക്ലൂ തരാം, അതായിരിക്കും നല്ലത്. ഈ ഗസ്റ്റ് വന്നാലുണ്ടല്ലോ, ഏത് പാതി രാത്രി വന്നാലും ആ രാത്രി ശുഭരാത്രിയായിട്ട് മാറും. ചന്ദ്രനാണോ? ഇനി ക്വസ്റ്റ്യൻ വേണോ? ഞാൻ ആൻസർ പറയട്ടെ. എന്റെ ക്ലൂ വേണോ? ഒറ്റ ക്ലൂവിൽ തന്നെ സംഭവം. ഓക്കെ, ഇനി ഒന്നും പറയേണ്ട ആവശ്യമില്ല. Let's welcome the viral star to Star Magic, and that is Santosh Pandit. Welcome Santosh Pandit, Star Magic. അനുവിന്റെ കൂടെ ഡാൻസ് കളിച്ചപ്പോ സന്തോഷേട്ടൻ അറിയാം എന്തായാലും കണ്ണിൽ കുത്തു കിട്ടുന്നു. അതുകൊണ്ട് മനഃപൂർവ്വം പുള്ളി കൂളിംഗ് ക്ലാസ്. ഒറ്റക്കാലിലിരുന്നല്ലോ നേരത്തെ. ഫുള്ള് പുതിയ സ്റ്റെപ്പാണോ അതോ ഒരു പരീക്ഷണം നടത്തിയതാണ്? അല്ല സന്തോഷേട്ടാ, ഞാൻ എന്താണ് ഈ ഡ്രസ്സിൽ കളർഫുൾ ആയത്? അങ്ങനെ ലുക്കിൽ വന്നതാണോ? അയ്യോ ചേട്ടന്മാരെ തെറ്റിദ്ധരിക്കരുത്. ഇത് വാങ്ങിച്ച സമയത്ത് സംഭവം ഒരു വെള്ളയായിരുന്നു കേട്ടോ. ഒന്നുമില്ല, ഞാൻ കോളി പരിപാടിയിലൊക്കെ പങ്കെടുത്ത് വരിക. അപ്പൊ പലരും പലതും ഇട്ട് എല്ലാം കൂടെ അത് ഇക്കോലായി. വലിയ കുഴപ്പമില്ല. കോളി കഴിഞ്ഞ് വന്നോണ്ടാണ് ഈ കോലായി പോയത്.
പിന്നെ നിങ്ങളെ പരിപാടി നിങ്ങളിപ്പം പറയലുണ്ട് ഇവിടെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവന്മാരെടുത്ത് ഇത് ആയിട്ട് ചെല്ലാം. ഈ ചേട്ടന്മാരെക്കാളും ഒറ്റപ്പെട്ട് ഓട്ട്മാനായിട്ട് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതാണ് 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 അല്ല, അതേപോലെ നിങ്ങളെ ഈ ഒരു സെറ്റിനെ ഇതിനെ കുറിച്ച് പറയാതെ വയ്യ. പറയൂ. ഞാൻ ഒരുപാട് ഇതിനു മുമ്പ് പല പരിപാടികൾക്കും പോയിട്ടുണ്ട്. പക്ഷേ ഇത്രയും വിശാലമായ ഇത്രയും ഇതായിട്ടുള്ള ഒരു സാധനം ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അടിപൊളിയല്ലേ? അല്ല ഇവിടെ വന്നേ ഡാൻസ് ചെയ്തില്ലേ? അപ്പൊ ഇവിടെ ഡാൻസർ ഉണ്ട്. അപ്പൊ ഷിയാസിന്റെ ഡാൻസ് കണ്ടിട്ടുണ്ടാവില്ല. കോറിയോഗ്രാഫർ ആയിട്ട് നായകനായിട്ടല്ല, തെറ്റിദ്ധരിക്കരുത്. അയ്യോ ഷിയാസിന് ചാൻസ് കിട്ടി. ശരി, ഓക്കെ, ഒരു കാര്യം ചെയ്യാം. അങ്ങനെയല്ല, നമ്മളെ ചിലപ്പോ പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിലോ ലക്ഷോപലക്ഷം ആൾക്കാർ കാണല്ലേ, അതുകൊണ്ട് നമ്മളിപ്പോ വാക്ക് കൊടുക്കരുത്. ഒരു സ്ക്രീൻ ടെസ്റ്റ് പോലെ നമുക്കൊരു പാട്ട് സ്പോട്ടിൽ ഇട്ട് കൊടുക്കാൻ ചേട്ടാ. എന്നിട്ട് കൊറിയോഗ്രാഫി ചെയ്ത് നോക്കട്ടെ. കാലിബർ ഉണ്ടെങ്കിൽ അതേപോലെ എനിക്ക് ഒരു സംശയം. ഈ കുട്ടിയെ ഈ കുട്ടിയെ അല്ല, ഇതാ ഉദ്ദേശം, മനസ്സിൽ നിന്ന് വന്നത് ഇതാന്നുള്ളൂ. ഈ കുട്ടിയുടെ ക്ലോസ് ഷോട്ട് ഇവിടെ ആര് ഡാൻസ് ചെയ്താലും ആര് സംസാരിച്ചാലും ഈ പരിപാടിക്കിടയിൽ ഈ കുട്ടി ഇങ്ങനെ ചിരിക്കുന്ന ഒരു പോസ് കാണിക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഇവിടുത്തെ ഒരു ക്യാമറമാന് ശമ്പളം കൊടുക്കുന്ന ഇവളാ. തന്നെയല്ല, ഇവിടെ ഒരു എപ്പിസോഡ് കഴിഞ്ഞിട്ട് എഡിറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഇവള് പോണത്. ഇപ്പൊ ഇവര് തമ്മിലുള്ള ഞാൻ കഴിഞ്ഞ പരിപാടികളിൽ കാണുമ്പോ ഇവര് തമ്മിലുള്ള ഡാൻസ് ആയിക്കോട്ടെ, നിങ്ങൾ പറയുന്നതാണെങ്കിലും ഈ കുട്ടിയുടെ ഭാവനാത്മക ചിഹ്നം മാറുവാണല്ലോ. സന്തോഷത്തെ ഏത് പെൺകുട്ടിയുടെ മുഖത്തും ഇങ്ങനെ വെച്ച് നോക്കിയാലും ആ പെൺകുട്ടി അടുത്ത പുള്ളിയുടെ പടത്തിലെ നായിക. അല്ല, വേറെ കാര്യമുണ്ട്. അല്ലല്ല, ഇതിപ്പോ പറഞ്ഞതല്ല. അനു വളരെ വളരെ സന്തോഷത്തോടെ എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു. ഞാൻ കേട്ടിരുന്നു. എന്റെ അടുത്ത് പറഞ്ഞു, സന്തോഷേട്ടന്റെ പടത്തില് എനിക്കൊരു അഭിനയിക്കാൻ നായികയായിട്ട് ഇതായിട്ട് പറഞ്ഞല്ല കേട്ടോ. എന്നോട് ചോദിച്ചില്ലേ? സന്തോഷം എന്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ കൊച്ചിനൊരു അവസരം കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു. അതേപോലെ ഒരു കാര്യം കൂടി, ഈ കുട്ടീനെ കണ്ടപ്പോഴാണ് ഈ കുട്ടി അന്ന് വാലന്റൈൻസ് ഡേയില് ഒരു സൈക്കിളും ചോട്ടിട്ട് വന്ന കുട്ടിയല്ലേ? അല്ല, ഈ കുട്ടി വീട്ടിലേക്കൊന്നും പോയില്ല, വൈ ഇവിടെ തന്നെ കൂടിയോ? അല്ല, ഞാൻ ചോദിക്കട്ടെ സന്തോഷത്തെ, ഇതല്ല എന്റെ മേഖലയെ തന്നെ പിടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, സൈക്കിൾ ചവിട്ട് പോയ സൈക്കിൾ പഞ്ചറായി പോയി, പിന്നെ തിരിച്ചു. എനിവേ, ഈ കുട്ടി വളരെ പ്രൊഫഷണൽ ആയിട്ട് സൂപ്പറായി ചെയ്തു. അല്ല, കുട്ടി ആരാധിക. സോറി, ഇത് കൈയുടെ പ്രത്യേകതയാ. ഈ ഡ്രൈവിംഗ് സ്കൂൾ പഠിക്കണ MAT കയറി നിന്നാ മതി, അത് തന്നെ 8 വരച്ചിട്ട് നമുക്ക് ലൈസൻസ് തരും. അതുപോലെ ഇങ്ങനെ പിടിക്കാതെ അറിയാതെ കൈ ഇങ്ങനെ വേണം, കൈയുടെ പ്രശ്നമാണ്. ഒരു ശാന്തി സമാധാനം തുടങ്ങും. അതെ, ഈ ശാന്തി എന്ന് പറയുന്നത് നമ്മുടെ വേറൊരു പെണ്ണാണ്. പേരാണോ? ശാന്തി എന്ന് പറഞ്ഞൊരു ശാന്തി ഉള്ളോട് സമാധാനത്തോട് ആ പെണ്ണെ കാണുമ്പോൾ എനിക്കൊരു സമാധാനം. ശരി, ഞാൻ ചോദിക്കട്ടെ, സിനിമകളുടെ പേരിൽ ഏകദേശം എത്ര സിനിമ ചെയ്തിട്ടുണ്ട് ഇപ്പൊ? നമ്മളിപ്പോ 10 ഫിലിമാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്റേതല്ലാത്ത 2 സിനിമയാണ്. ഒന്ന് മമ്മൂക്കയായിട്ട് മാസ്റ്റർ പീസും, പിന്നെ വിനീത് ശ്രീനിവാസൻ സാറായിട്ട് ഒരു സിനിമാക്കാരൻ. അപ്പൊ എന്റെ ഇനിയിപ്പോ ഇറങ്ങാനുള്ളത് ബ്രോക്കർ പ്രേമചന്ദ്രന്റെ ലീലാവിലാസങ്ങൾ. അതാണ് ഇനി ഇതെന്താ ഒരു കാശ്മീരിൽ ഒരു കുട്ടി പോയി, അത്ര കുട്ടി. പിന്നെ മുതല് ഒക്കെ കാശ്മീരി ഭാഷയെ സംസാരിക്കും. നമ്മളെ പഴയൊരു നാടകത്തില് നമശിവൻ സാർ പറയും പോലെ കാശ്മീരിക്ക് ലടിക്കി അച്ഛ പോണതിന് മുമ്പ് ശരിയാക്കി തരാന്നും പറഞ്ഞൊരു ഡയലോഗ് ഇല്ലേ? അന്ന് ഞങ്ങളൊന്നും ജനിച്ചിട്ടില്ല. ഞങ്ങൾ ജനിച്ചില്ല. ആ നാടകം കാണുന്ന സമയത്ത് നമ്മൾ ജനിച്ചില്ല. അഖിലിനെ അറിയാലടാ. ബാക്കിയുള്ള 8 പടത്തിന്റെ പേരൊന്ന് ചട്ടപ്പടയെന്നൊന്ന് പറയും, കാരണം ഭയങ്കര രസമാണ് ഇദ്ദേഹത്തിന്റെ സിനിമയുടെ പേര്. 2011 കൃഷ്ണനും രാധയും വന്നു. 2012 കൈയടിച്ചാണ്, അല്ലാതെ ചേട്ടനെ സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റാണ് വന്നത്. 2013 വന്നിരിക്കുന്നത് മിനിമോളുടെ അച്ഛൻ. വർഷത്തിലൊരു സിനിമയാണ്. 2014 കാളിദാസൻ കവിത എഴുതുകയാണ്. 2016 ടിൻറ്റുമോൻ എന്ന കോടീശ്വരം വന്നു. 2017 നീലിമ നല്ല കുട്ടിയാണ്. ഇത് മംഗളവാരികയിൽ ഞാൻ എഴുതിയ നോവലിന്റെ സിനിമയായിരുന്നു. ഞാൻ എഴുതിയ നോവലാണ്. 2018 ഉരുക്ക് സതീശൻ. അതാണ് 2019 നമ്മള് മാസ്റ്റർ പീസ്. അതോടൊപ്പം തന്നെ വിനീത് ശ്രീനിവാസൻ സാറിന്റെ ഒരു സിനിമാക്കാരൻ. ഇവിടെ വരാണ് ഉരുക്ക് സതീശൻ. എന്താ കരിപ്പട്ടി സതീശനെ ചെറിയ വ്യത്യാസമുള്ളത്. 2020 നമുക്ക് ഫിലിം ഒബിയസ്ലി നമുക്ക് തിയേറ്ററിൽ അടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ബ്രോക്കർ പ്രേമചന്ദ്രന്റെ ലീലാവിലാസങ്ങൾ. സിനിമയ്ക്കെല്ലാം നല്ല പേരുകളാണ്. ഇതേപോലെ സിനിമയ്ക്ക് സാർ പേരിടുന്ന പോലെ ഗെയിമിന് നല്ല പേര് പേരുകളെ ചേട്ടാ ഞാൻ ഇടാറ്. ഏകദേശം നമ്മുടെ രണ്ടുപേരുടെ റേഞ്ച് ഒരുപോലെ അല്ല, സന്തോഷന്റെ പടങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് നമ്മൾ ഈ വർഷം തോറും മഴ പെയ്യും,
വർഷം തോറും മഞ്ഞ് വീഴും. അതുപോലെ ഇത് വർഷകാല സിനിമയാണ്, എല്ലാ വർഷങ്ങളിലും സിനിമ വലിയ വലിയ ഡയറക്ടേഴ്സ് അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലേ? ഇപ്പൊ തന്നെ ടേക്ക് എൻ എക്സാമ്പിൾ, വിജയ് സാർ ഒന്നല്ലേ ചെയ്യുന്നത്, അതാണ് ഞാൻ വിജയ് സാർ പറഞ്ഞത്. ഒന്നല്ലേ ചെയ്യുന്നത്, അതാണ്. അക്ഷയ് കുമാർ ഒന്നല്ലേ അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ 8 പടത്തിനും കൂടെ എത്ര നായികമാരുണ്ടായിരുന്നു? അപ്പൊ അധികമൊന്നുമില്ല, ഇതുവരെ ഒരു 80 അല്ലേ? അല്ല അതിപ്പോ ഓരോന്നിൽ 8 അതെന്താ സബ്ജക്ട് ലേഡീസ് ഹോസ്റ്റലാണ്? അല്ല ഇപ്പൊ എന്റെ ഒരു സിനിമയിലും 8 സോങ്ങിന്റെ ആവശ്യമില്ല, 2-3 സോങ് ഓക്കെ ആണെന്ന് വിനായകനും തിരക്കഥാകൃത്തുമായ എനിക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഞാൻ 8 സോങ് എന്തുകൊണ്ട് ബോധപൂർവ്വം ഇടുന്നു വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട്? നമ്മള് അത്രയും സമയം പോവല്ലേ സിനിമയിൽ? മാർക്കറ്റിംഗ് പെർസെപ്ഷൻ, നമുക്ക് സോങ്ങിനൊക്കെ നോക്കിയാൽ ഒരു 30 ലക്ഷം നല്ല വ്യൂവേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു സോങ് നമുക്കത് മാർക്കറ്റിങ്ങിന് വലിയ ഗുണം ചെയ്യുന്നുണ്ട്. 2, സാധാരണ സിനിമക്കാരൻ അവർക്ക് ഇപ്പൊ തിയേറ്ററിൽ ഇറങ്ങി അതിന്റെ വരുമാനത്തെ കുറിച്ചാണ്. ഇപ്പൊ ഇപ്പോഴാണ് നമ്മൾ OTT അല്ല തിയേറ്റർ അല്ലെങ്കിൽ. പക്ഷെ സന്തോഷ് പണ്ഡിറ്റ് ഇതൊക്കെ വിട്ട സീനാണ്. കാരണം 2011 നിങ്ങൾ എന്റെ ഇന്റർവ്യൂ കണ്ടാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചേട്ടന്മാരെ ഈ സിനിമ തിയേറ്ററിൽ ഓക്കെ, അത് ബോണസ് ആയിട്ട് എടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂട്യൂബിൽ അതിലിട്ടിട്ട് പൈസ ഉണ്ടാക്കാം. പക്ഷെ അതിനെന്ത് വേണം? നമുക്ക് നമ്മളതായിട്ടുള്ള വ്യൂവേഴ്സ് വേണം. എനിക്കിപ്പോ നായകനെ ഏതായാലും മാറ്റാൻ പറ്റൂല, അപ്പൊ പിന്നെ ഇടയ്ക്ക് ഒരു പെൺകുട്ടീനെ മാറ്റി. ശരിക്കും സിനിമയിൽ 8 പാട്ടില്ല അല്ലെങ്കിൽ 8 സ്റ്റണ്ട് ഇല്ല എന്ന് വിചാരിച്ചോ. പക്ഷെ അതിങ്ങനെ കണ്ടിന്യൂസ്ലി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും 8 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പൊ എന്നോട് ചോദിക്കുന്നില്ലേ? അതേപോലെ ഇപ്പൊ നമ്മള് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ ചുവപ്പ് അല്ലെങ്കിൽ നീല അല്ലെങ്കിൽ പച്ച എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതേപോലെ സന്തോഷ് പണ്ഡിറ്റ് ബോധപൂർവം ചില കാര്യങ്ങളിൽ കുറച്ച് സ്ട്രാറ്റജീസ്, ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ആ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് തന്നെ ഞങ്ങൾ ഇന്ന് സഹായിക്കാൻ പോവാണ്. ഒരു ഫ്രീ ഓഡിഷൻ 10 രൂപ കൊടുക്കണ്ട ഈ കൊറിയോഗ്രാഫറിനെ വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അതായത് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു സോങ് ഇടാൻ പോവാണ്. ഈ സോങ്ങിനനുസരിച്ചിട്ടുള്ള കൊറിയോഗ്രാഫി നോക്കിയിട്ട് സന്തോഷേട്ടൻ തീരുമാനിക്കും. അത് വേണം, അത് ഞങ്ങൾ വേറെ തന്നെ നോക്കിയാ പോരെ. സംഭവം നിങ്ങളും പയ്യനും കണ്ട ആ റൂമിൽ നിങ്ങൾ അടിയ അവസരം പ്രശ്നമുണ്ട്. അതാ ജീവൻ വേണ്ടവർ ദൂരോട്ട് മാറി നിൽക്കുക, അവരവരുടെ കൈകാലും അവരവർ സൂക്ഷിക്കുക. കണ്ടോ? ഒറ്റയ്ക്ക് സ്റ്റെപ്പ് ഇട്, കൊറിയോഗ്രാഫി the name of now, now. Puppy, you were named me now, now. Sing is a part of now, now. Marriage is the result of now, now. You are my Jackson, Michael Jackson. You are my hero, superhero. Music is the name of now, now. Puppy, you were named me now, now. Sing is a part of now, now. Marriage is the result of now, now. You are my Jackson, Michael Jackson. You are my hero, superhero. അത് കണ്ടോളൂ കേട്ടോ കൊറിയോഗ്രാഫി. ഏറ്റവും മുഖ്യം അത് വേണം എടുത്ത് പറയാൻ കേട്ടോ. എന്ത് തോന്നി ആ കൊറിയോഗ്രാഫറിന്റെ കഴിവ്? പെട്ടെന്ന് കിട്ടിയ ഒരു സോങ് ആണ് നിങ്ങൾ തന്നെ ചെയ്തത്. പ്രഭുദേവൻ സാർ ആണെങ്കിൽ പോലും ഒരു സോങ് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ടൈം എടുക്കും. ഒരു ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ഇതിൽ അദ്ദേഹത്തിന് ഇത്രയും നന്നായി ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു അവസരം കിട്ടിയാൽ പൊളിക്കും എന്നാണ് ഞാൻ പറയുന്നത്. പറഞ്ഞാണോ സീരിയസ് ആയിട്ട്? പകുതി സത്യമായിട്ട് പറഞ്ഞു. അല്ല ആ സ്റ്റെപ്പ് എനിക്ക് പൊറോട്ടയ്ക്ക് മാവ് കഴിക്കും പോലെ തോന്നി. ആ സ്റ്റെപ്പ് എനിക്കറിയാം നാളെ ആ സ്റ്റെപ്പ് ഒരു ചരിത്രമായി മാറും. അല്ല സന്തോഷേട്ടാ, ഇത് ഏത് പടത്തിലെ പാട്ടാണ്? സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ് എന്നുള്ളതാണ്. ശരിക്കും അത് ദുബായ് എന്ന ചോക്ലേറ്റ് ബായ് ആയിരുന്നു സിനിമ, അങ്ങനെയാണ് ചെയ്തിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഒരു ഇതുപോലുള്ള പ്രോഗ്രാമിൽ അതിന്റെ പേര് പറഞ്ഞു.
അപ്പൊ വേറെ ആള് എനിക്ക് പണി തരാനാണോ സ്നേഹം കൂടിയിട്ടാണോ എന്ന് അറിയില്ല. അദ്ദേഹം നമ്മുടെ സിനിമ രജിസ്റ്റർ ചെയ്യണം. അദ്ദേഹം അവിടെ പോയിട്ട് 1 ലക്ഷം രൂപ മുടക്കി ദുബായ് ചോക്ലേറ്റ് ബായ് എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തു. ഈ പരിപാടി ഈ ചാനലിന്റെ അല്ല. പരിപാടി കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം ഇത് പോയപ്പോഴോട് പറഞ്ഞു ഇന്നലെ വേറെ ആൾ പോയിട്ട് ഷൂട്ട് ചെയ്തു. അപ്പൊ എനിക്ക് ആകെ കൺഫ്യൂഷനായി. ആരാ ചെയ്തേ? കാരണം ആ സ്ക്രിപ്റ്റിൽ ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് അല്ലേ. അപ്പൊ ആളെ പേര് പറഞ്ഞു. ഞാൻ ഉടനെ വിളിച്ചു, പണ്ടിട്ടേ ഞാൻ 1 ലക്ഷം രൂപ മുടക്കി ടച്ച് ചെയ്ത് 2 ലക്ഷം തന്നാൽ നിന്റെ പേര് തരാന്ന്. അത് കൊള്ളാലോ. പിന്നെ ഇയാൾ എന്നെ അങ്ങോട്ട് വിളിയായി, നമുക്ക് വേണമെങ്കിൽ 1.25 ഞാൻ പറഞ്ഞു വേണ്ട. അല്ല 1.5 ഞാൻ പറഞ്ഞു വേണ്ട. 1.25 അവസാനം വേണ്ട, വെച്ച പൈസ 1 ലക്ഷം എന്താന്ന്. ഞാൻ പറഞ്ഞു വേണ്ട ചേട്ടൻ ആ പേര് കെട്ടിപ്പിടിച്ചിരുന്നോ. ഞാൻ എന്റെ സിനിമയുടെ പേര് മാറ്റി ഞാൻ പുതുതായിട്ട് പോയി രജിസ്റ്റർ ചെയ്തു. സൂപ്പർ സ്റ്റാർ സന്തോഷ്. അയാൾ 1 ലക്ഷം പോയി കിട്ടി. സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. കാരണം തീ പറന്ന കൗണ്ടേഴ്സും ഡയലോഗ്സും ആയിട്ട് നമ്മുടെ സന്തോഷ് ചേട്ടനാണ് വന്നിട്ടുള്ളത്. അതാണ് സന്തോഷ് പണ്ട്. ഓക്കെ സന്തോഷ് ചേട്ടാ, എപ്പോഴും നമ്മൾ ഇടതുകാലം മുന്നോട്ട് വെച്ചിട്ടാ സ്റ്റാർട്ട് ചെയ്യാറില്ലേ? പണ്ട് ടമാർപ്പടാറിൽ വന്നപ്പോ നമ്മളൊരു സ്റ്റെപ്പ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അത് മാറ്റി ഇത്തവണ ഒരു പഞ്ചിന് ഒരു തീ പറഞ്ഞ ഒരു ഡയലോഗ് ആയല്ലോ. ചേട്ടൻ പറഞ്ഞാൽ മതി, തീ പാറും. ഒരാളോട് പറയുമ്പോഴല്ലേ നായകൻ തന്നെ ഉണ്ടല്ലോ. കൊറിയോഗ്രാഫർ കം നായകൻ. അടുത്ത സിനിമ കൂളിംഗ് ഗ്ലാസ് വെക്കണ്ടല്ലേ, കണ്ണിലെ ഇമോഷൻസ് ഞങ്ങൾക്ക് കാണാൻ. അത് ഭയങ്കര വാലിഡാ. 1 2 3 ആക്ഷൻ. ഇതാണോ ജസ്റ്റിസ്? Do you know the meaning of justice? Do you know the meaning of intelligence? The word intelligence means the capability of a particular person to evaluate, to validate, to judge a particular thing in a particular play. Don't play with me. I will show you how to play. ആകാശത്തിലൂടെ പറന്നു നടക്കുന്ന പക്ഷിനെ ഏണി വെച്ച് പിടിക്കാൻ നോക്കല്ലേ, പണിപ്പാളും. Keep in mind. ഷിയാസ് നന്നായിട്ട് അഭിനയിച്ചു. ആ മുഖത്തെ ഭയം അത് കറക്റ്റ് ആവുന്നു. എന്താ ആ ഇംഗ്ലീഷ് മനസ്സിലായില്ല. അതാണ് സംഭവം. പിന്നെ ആകാശത്തുള്ള ഏണിയെ എന്തോന്ന് പറഞ്ഞാൽ ആകാശത്തുള്ള ഈ പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് ശശാങ്കം പറഞ്ഞു തരുന്നത്. മാർഗംകളിയുടെ ഒക്കെ സ്ക്രിപ്റ്റ് പുള്ളിയായിരുന്നു കേട്ടോ. അപ്പാമ്മ കൃത്യമായിട്ടും പറയും. സർ ശശു അഭിമാന പ്രശ്നമാണ്. അയ്യോ അറിയില്ലേ ശശാങ്കൻ ചേട്ടനെ ഞങ്ങൾ സ്നേഹം വരെ ശശു. ആ പേര് അയ്യേ അല്ല ഒരു ഓമനത്തോടെ വിളിക്കുന്നു. സന്തോഷ് ചേട്ടനെ ഞങ്ങൾ ഇംഗ്ലീഷ് ഒന്ന് ഇങ്ങനെ മണി പോലെ പറയൂ. പുള്ളിന്റെ ട്രാൻസ്ലേറ്റ് ചെയ്യും. ജനശതാബ്ദി എക്സ്പ്രസ് പോകുന്ന പുള്ളി ഒരു ട്രെയിൻ പറഞ്ഞു വിട്ടിട്ട് അത് എന്റെ അടുത്ത് പറയാൻ പറഞ്ഞ ഞാനതങ്ങനെ പറയാനാണ്. Do you know the meaning of justice? മനസ്സിലെന്നറിയാം വരണ്ടായിരുന്നു. The word intelligence means the capability of a particular person to evaluate. Okay, ഞാൻ ഇതിന്റെ അർത്ഥം പറയാം. പക്ഷേ ഞാൻ പറയുന്നതിന് മുമ്പ് അസീസ് പറയും. ഇത്ര വിദ്യാഭ്യാസമുള്ളവർ എന്നിട്ട് സ്റ്റാർ മാജിക്കൽ ആർട്ടിസ്റ്റ് ഒന്നും ഇങ്ങനെ ആകരുത്. അദ്ദേഹത്തെ പോലെ വലിയ ആ ഒരു ഡയലോഗ് പറഞ്ഞ് നമ്മൾ അതിനെ പറയാനുള്ള ഒരു Do you know the meaning of justice? Okay. Do you know the meaning of intelligence? Okay. The word intelligence means the capability of a particular person Okay. to evaluate, to value, Okay. judge a particular thing in a particular way. Don't play with it. I will show you how to play. Yes. ആകാശത്തിലൂടെ പറഞ്ഞത് അത് നിങ്ങൾക്ക് പറയാൻ പറ്റും. Okay, I am the answer. You are speaking the English of the. I am the managing. I am the managing the dialogue. You not simply but sing the dialogue. The energy. Oh, you the dialogue. The expression is the artist. Also behind all the this I will diploma. I will that is a my particular intelligence. You timing doctor. എല്ലാം മനസ്സിലായി. എല്ലാം Justice dialogue the opener in the might international ആദ്യമായി ഇദ്ദേഹത്തോട് എനിക്കൊരു ബഹുമാനം തോന്നി. അല്ല അറിയില്ല എന്ന് പറഞ്ഞല്ലോ. അതാണ് ഇനി അടുത്ത് അങ്ങനെ ഒരു ഡയലോഗ് പറയുമ്പോ ഇവിടത്തുള്ള പുലികളെ ഇറക്കാതുള്ളതല്ലേ നമ്മുടെ ശരി, ഇനി ഒരു കാര്യം ചെയ്യാം. നമ്മുടെ ഭാഷയിലേക്ക് വരാം. മലയാളത്തില് ഒരു ഇതുപോലെ ഇങ്ങനെ തീ വരുന്ന ഡയലോഗ് ഇംഗ്ലീഷ് ആർക്കും പറ്റില്ല കേട്ടോ. ഒരു ഗ്രാമത്തിൽ 2 പേര് തമ്മിലുള്ള ഒരു ചെറിയൊരു മത്സരം പോലത്തെ ഒരു സംഭവം വരികയാണ്. അപ്പോൾ മറ്റേ ആൾക്ക് കുറച്ചുകൂടി പ്രാധാന്യം കിട്ടുന്നു എന്ന് ഇദ്ദേഹത്തിന് തോന്നുന്നു. അത് സ്ഥിരം അവന് തോന്നണം ഇവിടെ. അല്ല സാർ അതല്ല. അപ്പോൾ 2 പേരും അത്യാവശ്യം ഒരു നെഗറ്റീവ് സൈഡിൽ വരുന്ന ആളാണ്. അല്ല മഹത്തരമായ കാര്യം ചെയ്തിട്ടല്ല, നെഗറ്റീവ് സൈഡിലാണ് ഇവരുടെ ഇത് വരുന്നത്. ഉപഭോക്താവേ ഈ ഇടയായിട്ട് ഒരു കൊട്ടേഷൻ എനിക്ക് കിട്ടുന്നില്ല.
നീ ഇവിടെ വന്നതുകൊണ്ടാ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല. നീയൊന്നും ജീവിച്ചിരിക്കുമ്പോ നിന്നെയൊന്നും ആരും ശ്രദ്ധിക്കൂല. പിന്നെ ചത്ത ചിലപ്പോ ശ്രദ്ധിച്ചു വരും. എടാ അല്ലെങ്കിൽ ചില ജീവികളൊക്കെ അങ്ങനെ ചത്ത് ചീഞ്ഞ് നാറ്റം അടിക്കുമ്പോഴേ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടും. ആ നാറ്റം ചിലർക്കൊക്കെ സുഗന്ധമായിട്ട് തോന്നും. അതാരുടെ കുറ്റമല്ല. കപ്പൽ തിന്ന സ്രാവിനെ നോക്കി തുപ്പൽ തിന്ന പരൽമീന് വാ പൊളിച്ചിട്ട് കാര്യമില്ല. നീ വലിയവരാണെന്ന് തോന്നാം, പക്ഷെ ഞാൻ ചെറിയവരാണെന്ന് കരുതരുത്. നീ വലിയവനാകാം എന്ന് കരുതി ഇതാണ് അവന്റെ പരിപാടി. നീ വന്നതോടുകൂടി നിന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല. ആ മാറ്ററിലേക്ക് നീ പോയി. എടാ നിന്റെ മഹത്വം മനസ്സിലായണം. ശരിയാ, അവനാകുമ്പോ തിരിച്ചു പറയാതെ എല്ലാം കേട്ടോളൂ. സന്തോഷേട്ട എഴുതിയ ഡയലോഗ് പോലും സന്തോഷേട്ടനെ കൊണ്ട് തെറ്റിച്ച്. അതാണ് അവന്റെ ഓക്കെ, അപ്പൊ സ്റ്റാർ മാജിക്കിന്റെ ഈ തട്ടുപൊളിപ്പൻ എപ്പിസോഡിലേക്ക് നമ്മൾ വെൽക്കം ചെയ്യാണ് മിസ്റ്റർ സന്തോഷ് പാണ്ഡെ. Once again, welcome everyone. This is Star Magic. ഇനി കളർ മാറാണ് മോനെ. ടീഷർട്ടേല് നോക്കി അറിയാം.